തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് പ്രചാരണത്തിൽ സജീവമായി മുന്നണികൾ. വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഇപ്പോൾ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നത്. ഇപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് നേടുന്നതിനായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ പരിപൂർണമായ തരത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. എന്താണ് പത്തനംതിട്ടയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ്? മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ? സിജു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇപ്പോൾ ആദ്യത്തെ ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതു മുതൽ തന്നെ പത്തനംതിട്ടയിൽ ഇടതുമുന്നണി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അത് ആദ്യ ദിവസത്തെ റോഡ് ഷോ പത്തനംതിട്ട അടൂർ ഏനാട്ടും തുടങ്ങി അത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി വരെ നീണ്ടിരുന്ന ആ റോഡ് ഷോയിലെ ആവേശം കാണാമെന്നായിരുന്നു. ആ ആവേശത്തിന് ഇത്തരം ദിവസം കഴിഞ്ഞിട്ടും ഒരു കുറവുമില്ല. ഇനിയുള്ള 40 ദിവസങ്ങളും മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയായിരിക്കും ഇടതുമുന്നണി പത്തനംതിട്ടയിൽ നടത്തുക. ഇന്ന് ഡോക്ടർ TM തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ, മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ തുടങ്ങിയവർ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗമാണ്. അതിനുശേഷം പത്തനംതിട്ടയിലെ നടക്കുന്ന ഒരു കുടുംബ സംഗമത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കും. ഇന്ന് UDF സ്ഥാനാർത്ഥി കാഞ്ഞിരപ്പള്ളിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കും. അത് മോൻസ് ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ സന്നിധനായിരിക്കും. അനിൽ ആന്റണിയും മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടതുമുന്നണി അതിൻ്റെ പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ UDFും NDAയും തന്നെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും മണ്ഡലത്തിലൊക്കെ ചുവരെഴുത്തൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥിനും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഇന്നലെ പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന റോഡ് ഷോ ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം. വലിയ ഒരു ജനപങ്കാളിത്തം തന്നെയാണ് തിരുവല്ലയിൽ നടന്ന റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത്. TM തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രചരണത്തിന് ഏറ്റവും ആകർഷണീയമായ ഘടകം സംവാദങ്ങളാണ്. അത് ജനങ്ങളോട്, വോട്ടർമാർക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുവാനും അവരുടെ ആശയങ്ങൾ പങ്കിടാനുള്ള വലിയ ഒരു അവസരം. അങ്ങനെ ജനങ്ങളോട് സംവദിച്ചും ആശയങ്ങൾ പങ്കിട്ടിട്ടുമാണ് തോമസ് ഐസക്കിൻ്റെ പ്രചരണം മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ തീയതി വന്നതിന് പിന്നാലെ ഇനിയിപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ കാണും. ആ ദിവസങ്ങൾ ഏതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. തനിക്ക് അഭിമാനമുണ്ട്, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് തനിക്ക് അഭിമാനമുണ്ടെന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടാകാം. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അഴിമതി ബോണ്ട് വേണ്ട എന്നെടുത്ത നിലപാടുകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്ന ഈ സംവാദത്തിൽ കൃത്യമായി ഉന്നയിക്കുന്നുണ്ടാകും. ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടാകും, അതിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇന്നലെ നമ്മൾ കൈരളി ന്യൂസിനോട് തോമസ് ഐസക് ഈ വിഷയം പ്രതികരിച്ചിരുന്നു. അത് വലിയ ഗുരുതരമായ ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനും നിർമ്മല സീതാരാമനുമെതിരെ മുമ്പോട്ട് തോമസ് ഐസക് വെക്കുകയും ചെയ്തിരുന്നു. ഈ ഇലക്ട്രൽ ബോണ്ടിൽ നമുക്കറിയാം സാന്റിയാഗോ മാർട്ടിൻ വലിയ തോതിൽ സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയതായിട്ട്. ഇതിനെ സാന്റിയാഗോ മാർട്ടിൻ നൽകിയ സംഭാവനയെ അഴിമതിയായിട്ടാണ് തോമസ് ഐസക് നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സാന്റിയാഗോ മാർട്ടിൻ നൽകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അതായത് ലോട്ടറി നികുതിയുടെ ഏകീകരണം. സംസ്ഥാന ലോട്ടറികൾക്ക് 12%, സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടുന്ന ആ കോൺട്രാക്ട് ലോട്ടറികൾക്ക് 28% നികുതി. ഈ നികുതിയൊക്കെ തന്നെ കുറയ്ക്കണമെന്ന്, അത് ഏകീകരിക്കണമെന്ന സംസ്ഥാന ഒരു ചർച്ച വരുന്നു. ആ ഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൻ തനിക്ക് അനുകൂലമായി കോടതിയെ സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ സാന്റിയാഗോ മാർട്ടിൻ നൽകുന്നത്. അതിനുശേഷം നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാകുന്നു 2019. ഈ കാലയളവിലാണ് ലോട്ടറി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ലോട്ടറി നികുതി ഏകീകരണം ഉണ്ടാകുന്ന അത്തരമൊരു ഭേദഗതി വരുത്തിയത് കൊടിയ അഴിമതി എന്ന വിശേഷണമാണ് തോമസ് ഐസക്. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.